ആഹാരവും നീഹാരവും മൈഥുനവും എല്ലാം അവർക്ക് ഗൗണം മാത്രമായിരുന്നു, മുഖ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയിൽ മറ്റൊരുവൻ്റെ പുത്രനോ തൻ്റെ ഭർത്താവിന് മറ്റൊരുവളിൽ പുത്രനോ ഉണ്ടായാൽ പോലും സമചിത്തത കൈവെടിയാതെ നിലകൊള്ളുവാനും അതിനെ ഹിംസാത്മകതയിലേക്ക് കൊണ്ടുപോയി ഏതോ പേര് നേടുവാനും അത് കഴിഞ്ഞ് മറ്റേ ആരെയെങ്കിലും വഞ്ചിച്ചതിനെ ഏൽപ്പിക്കുവാനും ഒന്നുമുള്ള തൃഷ്ണയില്ലാത്തൊരു സത്യസന്ധത അന്നുണ്ടായിരുന്നു. കുറച്ച് അപകടകരമായ ഞാൻ പറഞ്ഞത്. ഒരു മകൾ വിവാഹപൂർവമായി പ്രസവിച്ചു എന്നാൽ പോലും അത് പേരുദോഷവും സമാജത്തിൽ പ്രശ്നവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും തെറ്റ് ചെയ്യുവാൻ മാതാപിതാക്കളെയോ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെയോ ഇന്നത്തെ പോലെ കർക്കശമായി, വഞ്ചനാത്മകമായി, കളങ്കപൂർവകമായി ചിന്തിക്കുന്ന തലമായിരുന്നില്ല പ്രായേണ സാധാരണ ജനങ്ങളുടെ ജീവിതക്രമങ്ങൾ. കുറേ ഉന്നതന്മാരുടെ ജീവിതക്രമങ്ങളിലുണ്ടാവും. ഇന്ന് സാധാരണൻ്റെ ജീവിതവും അതുതന്നെയാണ്. തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യാമക്കളെ ചൂണ്ടിക്കാണിച്ച് ഇത് ഇന്നയാളുടെ മകനാണ്, ഇത് ഇന്നയാളുടെ മകനാണ്, അതെൻ്റെ മകനാണ്, അവരെല്ലാം ഇപ്പോൾ ഞാനാണ് നോക്കുന്നത് എന്ന് പറയുന്ന, അതുകൊണ്ട് അഭിമാനമൊന്നും പോകാത്ത ഒരുപാട് അച്ഛന്മാർ ഇപ്പോഴും 80ഉം 90ഉം വയസ്സിൽ പലയിടത്തും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ മക്കൾ പലരുടെയാണ് അതൊക്കെ അങ്ങനെ തന്നെ സമ്മതിച്ചുകൊണ്ട് അവരുടെ എല്ലാ കാര്യവും നോക്കി ജീവിക്കുന്ന ഒരു 10-15 ഉദാഹരണമെങ്കിലും പറയാൻ നിങ്ങളുടെയൊക്കെ തലച്ചോറിലുണ്ടാവും, നിങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ. Am I right? എത്ര ആർജവത്തോടെ, എത്ര സത്യസന്ധതയോടെ അമ്മയും പറയും ഇത് അദ്ദേഹത്തിൻ്റെ മകനാണ്, ഇത് ഇന്നയാളുടെ മകനാണ്, അതിവിടെ തേങ്ങ ഇടാൻ വന്ന കാലത്തുള്ളതാണ്, ഇത് കല്ല് വെട്ടാൻ വന്ന കാലത്ത് ഉണ്ടായതാണ്, ഇവൻ അടുത്ത് ശാന്തിക്ക് വന്നപ്പം അതിലുള്ള മകനാണ്, അവനിപ്പോഴും പൂജയിലും അതിലും ഇതിലുമൊക്കെയാണ് താല്പര്യം. വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂട്ട് ഇത് മറ്റൊരാളെ അറിയുമ്പോഴേക്ക് ഏതാണ്ട് വലിയ മഹാപരാധം ചെയ്തു എന്ന വിചാരത്തിലൊന്നുമല്ല. ഈ അപരാധമൊക്കെ എല്ലാവരും എന്നും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ കുഞ്ഞിനാണ് സത്യം നിങ്ങളുടേത് മാത്രമാണ്, അങ്ങനെ വന്നു പോയെന്നേ ഉള്ളൂ. ഈ ആധ്യാത്മികതയാണ് ഇന്നുള്ളത്. കുറച്ച് കടന്നു പോയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു. വളച്ചും തിരിച്ചുമൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാം. ഇത് വളവും തിരിവൊന്നുമില്ല, ഡയറക്റ്റ്, ഏകദം ഡയറക്റ്റ്. സാധാരണമായിരുന്നു എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചില്ല. ഈ നിലകളെ വരെ സത്യസന്ധതയോടെ നേരിടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നേ ഞാൻ പദം ഉപയോഗിച്ചുള്ളൂ. വഞ്ചനാത്മകത ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. അത് മാത്രം താരതമ്യം. അഗ്രി. അതില്ലായിരുന്നു എന്നും ഞാൻ പറഞ്ഞില്ല, ഉണ്ടായിരുന്നു വഞ്ചനയുള്ളവർ. ബട്ട് ദേ ആർ വെരി ഫ്യൂ. ജനസംഖ്യയും സാമൂഹ്യ പ്രശ്നങ്ങളുമായി, ജനസംഖ്യയും സംസ്കാരവുമായി, ജനസംഖ്യയും ആധ്യാത്മികതയുമായി, ജനസംഖ്യയും ഭൗതികതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ആനുപാതിക അംശത്തിലുള്ള വികാസം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു തരത്തിലും അത് മനുഷ്യജീവിതത്തിൻ്റെ ഊടും പാവുമാണെന്ന് ഞാൻ വിശ്വസിക്കാറില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് അവിടെ കിടക്കുക. അതിൽ നിന്നാണ് നമ്മൾ ഈ ദൂരമെല്ലാം പോകുന്നത്. ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ അയാൾക്ക് കുറച്ച് രൂപ പോയാൽ, പറമ്പിൽ നിന്ന് ഒരു മരം വേറൊരുത്തൻ മുറിച്ചു കൊണ്ടുപോയാൽ, അതിർത്തിയിൽ നിന്ന് 2 സെന്റ് ഒരുത്തൻ മാന്തിയെടുത്താൽ ഒന്നും ഉണ്ടാകുന്ന വേദന ഒരു ദിവസത്തെ അനുഷ്ഠാനം മുടങ്ങിക്കഴിഞ്ഞാലുള്ള വേദനയോട് താരതമ്യം ചെയ്താൽ താരതമ്യം അർഹിക്കാത്ത വിധത്തിൽ അകലമായിരുന്നു. ഇന്ന് ഞാനൊരു ആശ്രമത്തിൻ്റെ മഠാധിപതിയായി, ദശമഠാധീശ്വരായി, 10 മഠങ്ങളുടെ അധീശൻ, ലോകമെമ്പാടും അറിയപ്പെടുന്നവനായി, ആധ്യാത്മികതയുടെ കാവൽഭടനായി അറിയപ്പെടുമ്പോഴും എൻ്റെ ഒരു ദിവസത്തെ അനുഷ്ഠാനം തെറ്റിയാൽ, എൻ്റെ ഈശ്വരപരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വന്നാൽ, എൻ്റെ ഓർമ്മയുടെ കലവികളിൽ നിന്ന് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ, വേദാന്തത്തിൻ്റെ, യോഗശാസ്ത്രത്തിൻ്റെ പദങ്ങൾ വിസ്മൃതിയിലേക്കായിപ്പോയാൽ അവയൊന്നും എന്നെ വേദനിപ്പിക്കുമെന്ന് തോന്നില്ല.
പരിചയക്കാരിൽ ഒരുത്തൻ്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയാൽ, എൻ്റെ സമ്പാദ്യത്തിൻ്റെ കണക്കുകൾ കൂട്ടുമ്പോൾ അതിലൊരെണ്ണം ഇപ്പോൾ ഓർമ്മിക്കാൻ കഴിയാതെ വന്നാൽ, എൻ്റെ 10 മഠങ്ങളുടെ സ്വത്തുവകകൾ കൂട്ടുമ്പോൾ അതിലേതെങ്കിലും ഒരു മൂല എനിക്കിപ്പോൾ ഓർമ്മയിൽ കിട്ടാതെ വന്നാൽ, 10 കൊല്ലം മുമ്പുള്ള അക്കൗണ്ട് സമർപ്പിച്ചതിലെ ലാഭനഷ്ടങ്ങളുടെ ഒരെണ്ണം 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴത്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ മസ്തിഷ്കത്തിലേക്ക് ടാക്സ് കൂട്ടുമ്പോഴോ മറ്റോ കടന്നു വരാതിരുന്നാൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി ഞാൻ സംസാരിക്കുമ്പോൾ 3 കൊല്ലം മുമ്പെടുത്ത ഒരു പേപ്പർ ഇപ്പോൾ എനിക്ക് അത്ര കൃത്യമായി ഓർക്കാൻ കഴിയാതെ വന്നാൽ, അതിലെനിക്ക് തോന്നുന്ന വേദന മറ്റതിലെനിക്ക് തോന്നാറില്ല. 100 200 ഏക്കർ കിടക്കുന്ന സ്ഥലങ്ങളുടെ മൂലയിൽ പുറമ്പോക്കിലൊരു വീടും വെച്ചവൻ അതിൻ്റെ അരികിൽ നിന്ന് 10 സെൻറ്റ് കവർന്നെടുത്താൽ അത് തിരിച്ചു പിടിക്കുന്നതിന് ഞാൻ കാണിക്കുന്ന ശുഷ്കാന്തി, അതിന് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ പോയി കാണുന്ന രീതി, നാട്ടുകാരെ കൂട്ടി അവനെ തല്ലാൻ ശ്രമിക്കുന്ന ശ്രമം, രാത്രിയിൽ അവൻ്റെ വീടിന് തീയിടാനുള്ള എൻ്റെ മുന്നേറ്റം, ഇത്രയും ആവേഗമൊന്നും നാമം ജപിക്കുന്നതിലോ യോഗശാസ്ത്രം പഠിക്കുന്നതിലോ എനിക്കുണ്ടാവാറില്ല. പക്ഷെ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികവാദി. എൻ്റെ സ്ഥൂല ശരീരത്തിൻ്റെ വിഷയചിന്തനത്തിനപ്പുറത്തേക്ക് ആധ്യാത്മികത കടന്നു ചെല്ലാതിരിക്കുകയും എൻ്റെ സ്ഥൂല ശരീരത്തെ വിട്ട് സൂക്ഷ്മവും കാരണവുമായ ശരീരത്തിൻ്റെ ആവേഗങ്ങളിൽ മുഴുവൻ വിഷയലോകം കറതീർന്ന് തത്തിക്കളിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ടെക്നിക്കുകളും പിക്നിക്കുകളും ഒക്കെ എന്നെ ആധ്യാത്മികതയിലെത്തിക്കുക? ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് പോരെ ജപിക്കാൻ?